ഒരാണിൻ്റെ വില എന്ന് പറയുന്നത് പൊരയിലെ പെണ്ണ് തരുന്ന. അൻസാർ പ്രാസംഗികനാ നിങ്ങൾക്ക് പറയാ, നല്ല പ്രസംഗമാണെന്ന് പറയാ. ഞാനൊരു നല്ല പുരുഷനാണോ വാപ്പയാണോ ഭർത്താവാണോ എന്ന് എൻ്റെ കെട്ടിയ പെണ്ണിനെ അറിയൂ, എന്നെ ഒക്കെ അറിയൂ, എൻ്റെ A to Z അവക്കെ അറിയൂ. അതുകൊണ്ട് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. ഒരിക്കലും പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിക്കരുത്, പരസ്യമായിട്ടോളെ അപമാനിക്കരുത്. കുടുംബക്കാരുടെ ഇടയിൽ ചിലപ്പോൾ ദീനിനെ പരിഹസിക്കും. ഓക്ക് വലിയ ദീനാ, ഓള് വലിയ ദീനിൻ്റെ നടുക്കണ്ട. ഇതാരോടെ പറയാ? അവനാൻ്റെ കുടുംബക്കാരോട്. കുടുംബക്കാരെല്ലാവരും ഓളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു രസം. ഇനി അപമാനിക്കൽ പുറത്തുനിന്നുണ്ട്. ഞാൻ നാളൊരു ദിവസം ഒരു ഷോപ്പിൽ പോയി, ഞാനും വൈഫും മക്കളും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓളിങ്ങനെ വിറച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇത് കണ്ണൂരിട്ടുണ്ട്, ഓളവിടെ തന്നെ വെച്ച് മറ്റേ എടുത്തു നോക്കി, ഇത് വിറച്ചിട്ട് ഇങ്ങനെ സാധു ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഏതാ എടുക്കേണ്ടിയെന്ന് ഒന്ന് അടുത്ത് വന്ന്, ഇതെനിക്ക് ചേരൂലടി, ആ കളർ എനിക്ക് നല്ല ഭംഗിയുണ്ട്, എന്തായാലും പോയതല്ലേ. എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവസാനം പേടിയക്കാരൊക്കെ അങ്ങനെ നോക്കുക. ഓനലോടി ഫോണെടുത്ത് ഞരണ്ടി ഓളെ ഇടയ്ക്കിടെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ച്, മക്കളാണ് എമ്മാൻ്റെ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചുരിദാറിൻ്റെ മറവ് കൂടെ ഇങ്ങനെ ബേജാറായി നിന്ന് ആർക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്തു പോയി. ഇതൊക്കെയാ പല കുടുംബത്തിലും. ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കരുത്. മറ്റൊരാളോട് പെണ്ണിനോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഞാൻ നിർത്തുകയാണ്, സമയം അധികരിച്ചു എന്നറിയാം. ഒരു സ്വന്തം പെണ്ണിനൊരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത്. അതെന്തിലായാലും, ഭക്ഷണമാണെങ്കിൽ പോലും. നബീലിൻ്റെ പൊരേ പോയപ്പോൾ എൻ്റെ ഓളുണ്ടാക്കിയൊരു കൂട്ടാനുണ്ട്, എന്നാൽ പിന്നെ അടുത്ത പണക്കിന് ഓൾ നിങ്ങളോട് അറിയാം, എന്നാൽ പിന്നെ നബീലിൻ്റെ വർക്ക് പോയിക്കൂടെ അതിനോട്. അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഓക്ക് പടച്ചോൻ കൊടുത്തൊരു കൈപ്പുണ്യവും ഭക്ഷണവും ഉണ്ട്, അതിനെ കുറ്റം പറയരുത്. ഉള്ളത് തിന്നുക. ഇഷ്ടപ്പെട്ടില്ല റസൂലുള്ള പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പതുക്കെ അങ്ങ് എഴുന്നേറ്റ് പോകും. കാരണം ഒരിക്കലും ഒരു പെണ്ണ് തിന്നാതിരിക്കാൻ ഭക്ഷണം ഉണ്ടാക്കൂല. ഞാൻ പറയലുണ്ട്, ഇപ്പം ഞാൻ നിങ്ങളോടുകൂടി പറയാ, എനിക്ക് അധികവും എൻ്റെതാണോ എന്നറിയാലേ, എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വീട്ടിൽ നിന്നല്ല വേറെ എവിടെ ചെന്നാലും ചിലപ്പോൾ എനിക്ക് മുടി കിട്ടാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരാൾ നമുക്ക് മുടിയിട്ട് ഭക്ഷണം തരൂലല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവുക, ആക്കുമ്പോൾ പീനിങ്ങനെ കോരുന്നതിൻ്റെ അടുക്ക് മുടി ഇങ്ങനെ തൂങ്ങി. അപ്പം ഞാൻ എന്താ ചിന്തിക്കുക, അറിയാണ്ട് വീണതായിരിക്കും. അല്ലാണ്ട് ഒരു ഭാര്യയും ഇന്ന് മൂപ്പർക്ക് ഒരു മുടി കിടക്കട്ടെ എന്ന് കരുതി ഇടൂല. മൊയ്ലിയാരിന്ന് വരുന്നാലേ മൂപ്പർ അധികം തിന്നരുത്, ഒരു മുടി കിടക്കട്ടെ, വെക്കൂല. ആ തിരിച്ചറിവാണ് കുടുംബം, ആ ബോധം മനസ്സിലാക്കലാണ് കുടുംബം. അതേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. ഓളിൽ എന്ത് പോരായ്മ നല്ല ചിന്തിക്കേണ്ടി, അവളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണം ഉണ്ടായി എന്ന് ചിന്തിക്കി. അതൊരു നല്ല ഭർത്താവിൻ്റെ ലക്ഷണം. അഹ്സനുക്കും ലിനിസായിക്കും, അവളെ ആദരിക്കണം, പരിഗണിക്കണം. കാരണം പ്രസവിച്ച പെണ്ണ. ഈ ദുനിയാവിൻ്റെ ലോകത്തിൻ്റെ നിലനിൽപ്പ് പടച്ചോൻ കൊരുത്ത വയറാണത്. ഈ ഇരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഈ ഇരിക്കുന്ന പല പെണ്ണുങ്ങളെയും വയറിലുണ്ടായതാ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വയറിലുണ്ടായതാ നമ്മളൊക്കെ എങ്കിൽ നമ്മളെ വയറ്റിൽ ഒരൊറ്റ പെണ്ണും ഇരുന്നോലില്ല കൂട്ടത്തിൽ. ഒരൊറ്റ പെണ്ണും നമ്മളെ വയറ്റിൽ കിടന്നിട്ടിങ്ങളില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനെ ആദരിക്കണം, പരിഗണിക്കണം ഏത് രംഗത്തും. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരിമാരോട്, ഒരാണിൻ്റെ ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? നാട്ടിലുള്ള സർവ്വ ആണുങ്ങളും നോക്കി നിൽക്കുന്ന, ഏത് കല്യാണപ്പുരയിൽ പോകുമ്പോഴും പണ്ടൊക്കെ പുരക്കിടുന്ന പുട്ടിയിട്ട ക്രീം മുഖത്തും ചുണ്ടുമേലും തേച്ച് നടക്കുന്ന പെണ്ണുന്ന അല്ല. ഏറ്റവും നല്ല സ്ത്രീ, ഓളെ ചിന്തിക്കുമ്പോഴേക്കും ഓനൊരു അഭിമാനം ഉണ്ടാവും. അവളിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണെന്ന് ഓന് തോന്നും. ഞാനില്ലാണ്ടായാലും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അവളൊരു വിളക്കാന്ന് ഓന് ബോധ്യപ്പെടും. ആ തിരിച്ചറിവ് സ്വന്തം സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഒരു ഭാര്യ മരിച്ചപ്പം ഭർത്താവിന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം രാത്രി കിടക്കുമ്പോൾ ഒരു വല്ലാത്ത നെഞ്ചുവേദന. അയാൾ ആ നെഞ്ച് പതുക്കെ ഇങ്ങനെ തടവിയിട്ട് ഉറക്കെ പറഞ്ഞു, നബീസ ലേശം ചൂടുവെള്ളം വേണം. 3 തവണ വിളിച്ചിട്ടും അയാൾക്ക് നബീസ വിളിയേക്കുന്നില്ല. അയാൾ കൈകൊണ്ട് ഇങ്ങനെ തടവി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി നബീസയാ മരിച്ചത് എന്ന്, പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാക്കോ അയാളെ വേദന, അവളുടെ വില മനസ്സിലായത്. അവസാനം അയാൾ തപ്പിത്തടഞ്ഞ് ഡൈനിങ് ഹാളിൽ വന്ന് ജഗ് എടുത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോൾ ജഗ്ഗിൽ ഒരു തുള്ളി വെള്ളമല്ല. അയാൾക്ക് ഉറപ്പായി ജമീല മരിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന്. കാരണം എന്നും ജഗ്ഗിൽ വെള്ളം എടുത്തേക്കുമ്പം ഭർത്താവ് ചോദിക്കാറുണ്ട്, എന്തിനാ ജമീല അത് എടുത്തേക്കണത്? ഓള് പറയും, രാത്രി ഒരു വേദന വന്നാൽ പെട്ടെന്ന് എടുത്ത് കുടിക്കാമല്ലോ എന്ന്. അവസാനം മക്കളെ വാതിലിന് അയാൾ ഇങ്ങനെ മുട്ടി. പല തവണ മുട്ടിയപ്പം വെറുപ്പോടെ വാതിൽ തുറന്ന് മുടി വാരിക്കെട്ടി മരുവോളും മോനും ചോദിച്ചു, ബാപ്പക്ക് ഉറക്കമില്ലേ നട്ടപ്പാതിരക്ക് എന്ന്. അപ്പം അയാൾക്ക് മനസ്സിലായി മരിച്ചത് ജമീലയല്ല, ഞാനാ ജീവനില്ലാണ്ടായിപ്പോയത്. പെണ്ണുള്ളതുകൊണ്ടാണ് മനുഷ്യരെ നമ്മളിൽ പലരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് ആണിൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കണം.
സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ചേർത്ത് പിടിക്കൽ കൊണ്ട് പല ആണുങ്ങളും കരയാത്തത് പോലും മാരെ നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയാ. ഞാനിങ്ങോട്ട് വരുമ്പം ഈ നിലമ്പൂർ പാലം കഴിഞ്ഞ ഉടനെ ഒരു കപ്പലണ്ടീൻ്റെ കവറും പിടിച്ചിട്ടൊരു സാധു മനുഷ്യനുണ്ട്, വിയർപ്പ് വറ്റി നിൽക്കുക. ഞാനൊരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാളെ മുഖത്ത് നോക്കിയിട്ട് ചിന്തിച്ചു, അയാളെയും കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, അയാളെയും കാത്തിരിക്കുന്ന ഒരു മക്കളുണ്ട്. പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും രാത്രി തിരിച്ചു വന്ന് മക്കളെ ഒന്ന് കണ്ണ് നിറഞ്ഞ് കാണാൻ പറ്റാതെ കിടക്കുന്ന മക്കളുടെ കട്ടിലിൻ്റെ അരികിൽ പോയി കാല് തൊട്ട് മക്കളെന്തോ തിന്നിട്ടാ കിടന്നത് എന്ന് ചോദിച്ച്, എനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ, പുരയിലേക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് നേരം വെളുത്തിറങ്ങിപ്പോകുന്ന ഒരാണിൻ്റെ നെഞ്ചിൻ്റെ ബലാന്മാരെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ധൈര്യം ആ ആണിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാൻ പറ്റിയിട്ടില്ലേ? അയാളുടെ വിയർപ്പിൻ്റെയും അയാളുടെ ശരീരത്തിൻ്റെ വേദനയുടെയും വിലയറിയാൻ പറ്റിയിട്ടില്ലേ? പിന്നെന്ത് സൗന്ദര്യം? പിന്നെ നിങ്ങൾ എത്ര ചേർത്ത് മിനിക്കിയിട്ട് എന്താ കാര്യം? ഏതാണുങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് എന്താ കാര്യം? ഒരു സ്ത്രീ അവളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സൗന്ദര്യമുണ്ടാക്കേണ്ടത് ആണിൻ്റെ മുഖത്താ. നിങ്ങളെ ജീവിതത്തിൽ കിട്ടിയതൊരു ഭാഗ്യമായിട്ടോ പടച്ചവനോട് പറയണം. രാത്രി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചുണർത്തി, ഭർത്താവിനെ വിളിച്ചുണർത്തി അള്ളാൻ്റെ നേരെ കൈനീട്ടുമ്പം പടച്ചവൻ പറയുന്ന വദക്കിരീന വദ്ദാക്കിറാത്ത്, അള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും ഭർത്താക്കന്മാരും അങ്ങളെന്ന്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളെ ഭർത്താവിനെ ഒന്ന് അറിയണം. 9 മാസം ഗർഭം തിരിച്ചതും 2 കൊല്ലം മുല കൊടുത്തതിൻ്റെ കണക്കൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഒരായുസിൽ 10-50 കൊല്ലം കഴുതനെ പോലെ ജീവിച്ച ഈ ആണ് ഒരിക്കൽ പോലും കണക്ക് പറഞ്ഞിട്ടില്ല. ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല. തിന്നാൻ തന്നതിന് ഒരിക്കൽ പോലും ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല. കാരണം ഓൻ നയിക്കാൻ ഇറങ്ങുമ്പോൾ ഓൻ അറിയാം കാത്തിരിക്കുന്ന ഒരു ആ കുടുംബത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ നയിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് 800 കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വെള്ളം പോലും കുടിക്കാതെ. ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളിൻ്റെ മുമ്പിൽ കൂടെ വരുമ്പം പൂതിയാവും. ഞാൻ എൻ്റെ മനസ്സാട്ടോ പറയുന്നത്, അതെന്നെ ഉണ്ടാകുന്ന ആണുങ്ങൾ കേട്ടാൽ മതി. ഫ്രൂട്ട് സ്റ്റാളിൻ്റെ മുൻപിൽ കൂടെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതും, പഠിച്ചോനെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ. ഞാൻ പോയി ചോദിക്കും, ഓറഞ്ച് ജ്യൂസ് എന്താ വില? 50 റുപ്യ, 60 റുപ്യ. കിലോ ഓറഞ്ചിന് എന്താ വില? 70 റുപ്യ. എന്നാൽ ഓറഞ്ച് 1 കിലോ മതി. എന്തിനാ? പുരേ പോയാൽ ഞാൻ 6 ആക്ക് കുടിക്കുക, 4 മക്കളും ഓളും ഞാനും. അങ്ങനെ മിച്ചം പിടിച്ച് വാങ്ങിക്കൊണ്ടുവന്നതാ. പകലന്തിയോളം വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതാ. ആരും അറിയാണ്ട് പലതും സഹിച്ചിട്ടും കുറ്റപ്പെടുത്തൽ കേട്ടിട്ടും നല്ലൊരു കൂലി പോലും കൊടുത്തിട്ട് കിട്ടാതെയും മുതലാളിമാരുടെ ആട്ടും തുപ്പുമേറ്റിട്ടും നരകിച്ച് പണിയെടുപ്പിച്ചിട്ടുമാ ഓരോരുത്തരും ചുരുട്ടിപ്പിടിച്ച പൈസയായിട്ട് വരുന്നത്. ഓരോ പണിക്കും അതിൻ്റേതായ സങ്കടമുണ്ട്. ഏത് പണിക്കും അതിൻ്റെ വിലയുണ്ട്. ഞാൻ പറയാറുണ്ട്, ലോക്ക്ഡൗണിന് ഒസാമാരെ മുടിയെട്ടാൻ ആളെ കിട്ടാതായപ്പോൾ എനിക്കൊക്കെ 1 മാസം തലവേദനയും പനിയായിരുന്നു. അത് വെട്ടിയപ്പുണ്ടായൊരു സുഖത്രയാ. അപ്പോൾ ഓരോ പണിക്കും അതിൻ്റെ ഗുണവും ബർക്കത്തും ഉണ്ട്, ഓരോ വേർപ്പ് വറ്റലിനോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരു പെണ്ണിൻ്റെ ജീവിതം കൊണ്ട് ആണിൻ്റെ മനസ്സിലുണ്ടാക്കേണ്ട അടയാളം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെട്ട ശത്രുക്കൾക്കൊരു ഉപാധി കൊടുത്തു. ആരെങ്കിലും മോചനദ്രവ്യം തന്നാൽ അവരെ മോചിപ്പിക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹു മോചനദ്രവ്യം വാങ്ങാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിച്ചെല്ലുമ്പം പെട്ടെന്ന് ആ കയ്യിലേക്ക് ഒരു മാല വീഴും. ദൂരത്തുനിന്ന് ആ മാല കണ്ട് അള്ളാൻ്റെ ഹബീബ് ഓടിക്കതച്ചു വന്ന് ആ മാല ഇങ്ങനെ എടുത്ത് തിരിച്ചു മറിച്ചു നോക്കും. സഹാബത്ത് ചോദിക്കും, റസൂലേ ആരുടേതാ മാല? നിങ്ങൾക്കറിയോ അത്? പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറയും. റസൂലിനോട് വീണ്ടും ചോദിക്കും, നബിയെ ആരുടേതാ ഈ മാല? അള്ളാഹുവിൻ്റെ റസൂൽ ആ മാല ഇങ്ങനെ നെഞ്ചത്തെ കടക്കി പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറയും, തിൻ്റെ ഖദീജാൻ്റെതാ. നിന്റെ സൈനബാനെ കെട്ടിച്ചു വിടുമ്പം സൈനബാൻ്റെ കഴുത്തിലേക്ക് ഖദീജ ദൂരിക്കൊടുക്കുന്ന രംഗം എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടു. എൻ്റെ ഖദീജാൻ എനിക്ക് മറക്കാൻ പറ്റൂല. പരഞ്ഞ് കരയുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ അത്രക്കിഷ്ടാണോ നിങ്ങൾക്ക് ഖദീജാനെ? അള്ളാഹിൻ്റെ റസൂൽ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, പടച്ചോൻ ആകാശം ചൂണ്ടിക്കാണിച്ചിട്ട് എടുക്കാൻ പറഞ്ഞാലും മറുഭാഗത്തിൻ്റെ ഖദീജൻ്റെ ഞാൻ എൻ്റെ ഖദീജാനെ ചോദിക്കൂ. ഒരു പെണ്ണിൻ്റെ വിലയാണത്. കെട്ടിയോൻ തരുന്ന വില, ഓൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വില, മരിച്ചാലും മറക്കാത്ത വില. അത് നേടാൻ ഉമ്മാരെ എങ്ങൾക്ക് പറ്റിയിട്ടില്ലേ? പിന്നെ എന്ത് ദുനിയാവിൽ നേടിയെന്നാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? ഈ ദുനിയാവിൽ നമ്മൾ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പല മനസ്സുകളും വേദനിപ്പിക്കാറുള്ളത്. പലരും പല വാക്കുകൊണ്ടും പല മനസ്സുകളും മുറിപ്പെടുത്താറുണ്ട്. ആ പറയുന്ന വാക്കിൻ്റെയും മുറിപ്പെടുത്തുന്ന മനസ്സിൻ്റെയും വേദന പലർക്കും അറിയാഞ്ഞിട്ടാ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാ സർവ്വ ഉമ്മാരും പല പെൺമക്കളും സോഷ്യൽ മീഡിയയിലാ, യൂട്യൂബിൻ്റെ വരുമാനത്തിലാ. വീട്ടിൻ്റെ അകത്തളങ്ങളിലുള്ള രഹസ്യങ്ങൾ കുത്തിപ്പെറുക്കി പ്രാങ്ക് കാണിച്ചും ഭർത്താവിനെ വഞ്ചിച്ചും പറ്റിച്ചും വീഡിയോ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള മത്സര ഓട്ടത്തിലാ. അതുകൊണ്ടല്ലേ
സോഷ്യൽ മീഡിയ ഇത്ര വലുതായ കാലത്ത് ഏതാ ഹക്ക് ഏതാ ബാത്തിൽ എന്ന് തിരിയുന്നില്ല. എന്ത് കള്ളത്തരവും പടച്ചുവിടാൻ പറ്റും അവനാന്റെ നാവുകൊണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നാവ് കൊണ്ട് പടച്ചുണ്ടാക്കുന്ന ഫിത്നകൾക്ക് മരിച്ചാൽ പോലും പടച്ചോന്റെ അടുത്ത് അള്ളാന്റെ അരികിലേക്കുള്ള ശിക്ഷയാ. നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങിയാലും ദുനിയാവിൽ പറഞ്ഞ് ചെയ്തുണ്ടാക്കി വെച്ചത് അള്ളാന്റെ അരികിലേക്കുള്ള ഏറ്റവും വലിയ പാപമായിട്ട് തിരിച്ചു വരും. കാരണം ഫിത്ന ഖബറിലേക്ക് വരുന്നതാ. ഇന്ന് അങ്ങനെയാണല്ലോ.